നമ്മളിപ്പോൾ റിപ്പോർട്ടർ ഇൻ ഇലക്ഷൻ ജീപ്പിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഈ ആർച്ച് ഡാമിനെ, ഇടുക്കി ആർച്ച് ഡാം 1932 മറ്റോ ആണല്ലോ നിർമ്മിക്കുന്നത്. അന്ന് നിർമ്മിച്ചു തുടങ്ങുന്നത്. അന്ന് ഈ കുറത്തി മലകൾ എന്നിങ്ങനെയുള്ള 2 മലകൾക്കിടയിൽ പെരിയാറിൽ ഇവിടെ ഒരു ഡാം കിട്ടിയാൽ അത് നന്നായിരിക്കും എന്ന് കാണിച്ചു കൊടുത്തത് ഒരു ശാസ്ത്രജ്ഞനുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തെ ഏറ്റവും മികച്ച ഭൗമശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാവുമ്പോഴും ബ്രിട്ടീഷ് ജോൺ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് അന്നതിന് ഈ സ്ഥലം നോക്കാൻ വേണ്ടി വരുന്നത്. അന്ന് ഈ സ്ഥലമാണ് ആർച്ച് ഡാമിന് അനുയോജ്യമെന്ന് കാട്ടിക്കൊടുത്തത് നമ്മുടെ നാട്ടിലെ ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തിലെ ഒരു മൂപ്പനാണ്. പേരെന്താണെന്ന് അറിയാമോ? കൊലുമ്പൻ. ആ കൊലുമ്പന്റെ സ്മാരകത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കൊലുമ്പൻ സ്മാരകം. അന്ന് ആ കൊലുമ്പൻ കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇന്നത്തെ ആ ആർച്ച് ഡാം നിൽക്കുന്നത്. അവിടേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ഈ കൊമ്പന്റെ സ്മാരകം നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെയുള്ളത്, കൊലുമ്പന്റെ. അപ്പോൾ ഈ കൊലുമ്പൻ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയൊക്കെ ഭൗമശാസ്ത്രത്തിലുണ്ടെങ്കിലും ആദിവാസി ഗോത്ര വിഭാഗങ്ങളെയൊക്കെ സംബന്ധിച്ച് അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നത്, പ്രാദേശിക വിജ്ഞാനം എന്ന് പറയുന്നത് ചെറുതല്ല. അതിന് നമ്മൾ ഒട്ടും വില കുറച്ച് കാണാൻ പാടില്ല. പക്ഷെ അവർക്കും ചില പരാതികളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഇടുക്കിയിലെ ആദിവാസി മേഖലയിൽപ്പെട്ട ആളുകളുടെ പ്രതികരണം കൂടി എടുക്കാം. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുമോ? അങ്ങനെ മുകളിലോട്ടായിരുന്നു കേട്ടോ, ഞാൻ താഴോട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. സാന്ത്വന സജു നമുക്കൊപ്പം ചേരും. അതിനു മുമ്പ് നമുക്ക് എവിടെയാണ് ഈ സ്മാരകം? ഇവിടെയാണ്. അതാണ് കൊലുമ്പൻ അല്ലേ, ചെമ്പൻ കൊലുമ്പൻ്റെ സ്മാരകമാണ്. നമുക്ക് ആ സ്മാരകത്തിലോട്ടൊന്ന് പോകാം. അവിടെ ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ട്. നമ്മൾ രാവിലെ വരുന്നു എന്ന് അറിഞ്ഞിട്ട്. ചെമ്പൻ കൊലുമ്പൻ സമാധി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ, കുറത്തി മലകൾക്കിടയിൽ ഈ പെരിയാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ പറയായിരുന്നു രാജപ്പൻ. നമസ്കാരം. നമസ്കാരം. എപ്പോഴും കാണുന്ന ആളല്ലേ. ഇവിടെ വീട് എവിടെയാ? വീട് കൊലുമ്പൻ ഉന്നതിയിലാണ്. അതെ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? അത് ഇവിടുന്ന് ഒരു അതെ, കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്കിത് സമാധിയാണ്. അപ്പൊ നമുക്ക് അപ്പൊ ഇത് കൊള്ളാം. ഞാൻ പറയായിരുന്നു, നമ്മുടെ ശാസ്ത്രജ്ഞരൊക്കെ ഉണ്ടായിട്ടുപോയി ഈ സ്ഥലം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ. അതാ, ഹലോ, എന്താ പേര് ബാബയുടെ? ആയുശ്രീ. മോളാണോ? ഇല്ല, അത് പെങ്ങളെ മോന്റെ മോനാ. എല്ലാരും ബന്ധുക്കാരാ. ഓക്കെ, ഇതാണ് കൊലുമ്പൻ സമാധി അല്ലേ. അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ, അന്ന് കൊലുമ്പ അങ്ങനെ ഒരു ഡാം പണിയാൻ കാണിച്ചു കൊടുത്തതാണ് ഇപ്പൊ കേരളത്തിന്റെ ഒരു ഊർജ സംഭരണം എന്ന് പറയുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നല്ല വെളിച്ചത്തിൽ AC ഇട്ട് ഈ ചൂടിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരും, ഇരുട്ടിന്റെ മറികടക്കാൻ വേണ്ടി ട്യൂബ് ലൈറ്റ് ഇട്ടും പുതിയ വൈദ്യുത ദീപാലങ്കാരങ്ങളൊക്കെ എടുത്തിരിക്കുന്ന മനുഷ്യരും യഥാർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ഇടുക്കിയിലുള്ള നമ്മുടെ കൊലുമ്പൻ എന്ന് പറയുന്ന ചെമ്പൻ കൊലുമ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആർച്ച് ഡാമിന് സ്ഥലം കാണിച്ചു കൊടുത്ത ആ മനുഷ്യനോടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ മനുഷ്യൻ കാണിച്ചു കൊടുത്തു. നമ്മളിപ്പോഴും സിയാറ്റിൽ മൂപ്പനെ കുറിച്ച് പറയും. സിയാറ്റിൽ മൂപ്പൻ എഴുതിയ കത്ത് വളരെ പ്രശസ്തമാണ് അല്ലേ. ഒരു സിയാറ്റിൽ മൂപ്പനാണ് അമേരിക്ക എന്ന രാജ്യത്തിന് വഴി കാണിച്ചു കൊടുത്തത്, അഥവാ അമേരിക്ക എന്ന ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുത്തത്. ഇത് ഞങ്ങളുടെ മണ്ണ്, ഞങ്ങൾ പോരാടും എന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ കൊലുമ്പനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയും, സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വന്ന് പുഷ്പാർച്ചനയൊക്കെ നടത്തി പോവുകയും ചെയ്യും അല്ലേ. പക്ഷേ കൊലുമ്പന്റെ കുടുംബത്തെയും കൊലുമ്പനോടൊപ്പം നിൽക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്കും എന്ത് കിട്ടി എന്നൊരു ചോദ്യം പ്രസക്തമാണ്. അടുത്ത ദിവസമാണ് കൊലുമ്പന്റെ ഒരു ഇളയ ബന്ധുവിന് പട്ടയം നൽകിയ ആ പട്ടയം തിരിച്ചെടുക്കുന്ന ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതെന്താ പറ്റിയത്? അത് ഒരു വഴിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. കൊട്ടി ആഘോഷിച്ചാണ് സർക്കാർ അവർക്ക് പട്ടയം നൽകിയത്. പക്ഷേ നൽകി ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ പട്ടയം തിരികെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പരാതിയെ തുടർന്നാണ് അവരത് പരാതിയായിട്ട് രംഗത്തെത്തി. പക്ഷേ അവർക്ക് യാതൊരു അറിയിപ്പും ലഭിക്കാതെ ആ പട്ടയം തിരികെ എടുത്തു. ആ ചേച്ചി അതാണ്. അതെന്താ അങ്ങനെ പരാതി വന്നു? ഒരു ചെറിയ വഴി പ്രശ്നം അവര് തിരിച്ചെടുത്തു. അപ്പൊ എന്താ സർക്കാർ പറയുന്നത്? അപ്പൊ അവര് പറയുന്നത് വഴി കൊടുക്കണമെന്നാ പറയുന്നത്. പക്ഷെ വഴി കൊടുക്കാൻ നമ്മുടെ പട്ടയം നമ്മൾ അപ്പൊ 5 വർഷം ഞാൻ കരം കെട്ടി. 5 വർഷം കരം കെട്ടിയ പട്ട ഇപ്പൊ അവര് ഒഴിവാക്കാൻ 5 വർഷം ഞാൻ കരം കെട്ടിയതില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ എന്താ പേര്? രാജമ്മ. കൊലുമ്പൻ കൊലുമ്പന്റെ എന്റെ അച്ഛന്റെ അമ്മാവനാണ്. അച്ഛന്റെ അമ്മാവനാണ്. കുട്ടിക്കാലത്ത് കൊലുമ്പനെ കുറിച്ച് 5 വയസ്സായപ്പോ ഞാൻ ഇവിടെ വന്ന് എന്നെ കൊണ്ടുവന്നു. 5 വയസ്സ്. 5 വയസ്സായപ്പോ ഞാൻ ചെമ്പകശ്ശേരി എന്ന് പറയും, കാട്ടീന്ന് വന്ന. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പം 27 ഡോക്ടർമാര് പറയുന്ന അറിയത്തില്ല, കൃത്യമായ കണക്ക് അറിയില്ല. ഒരു 58, 59. അതൊന്നും അല്ല, വടിയില് നടക്കത്തില്ല സാറേ. എനിക്ക് തന്നെ 57 വയസ്സായി. മൂത്ത പെങ്ങളായത്. ഞങ്ങൾ 7 പേരിലെ
അതുപോലെ സാറേ നടക്കാൻ പറ്റുന്നില്ലല്ലോ, നടക്കാൻ പറ്റുന്നില്ല. കയ്യെ പിടിച്ച അനിയത്തി അത്യാവശ്യം ജീവിതമൊക്കെ നന്നായി പോകുന്നോ? കുഴപ്പമില്ല, വേറെ ആരെങ്കിലും പ്രശ്നമൊന്നുമില്ല? വേറെ ഒരു പ്രശ്നമില്ല. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടും, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. മക്കളുടെ അതാ ഇത് നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാം. ഇത് നമ്മൾ എടുത്തിട്ട് നമ്മളെ അമ്മയ്ക്ക് കൊടുക്കാം. പിടിച്ചാട്ടെ. ഇത് നമ്മുടെ ഇത് നമ്മൾ വിളിച്ചിട്ട് നമ്മളെ ചേട്ടന് കൊടുക്കാം. ഓക്കെ, വിളിച്ചാട്ടെ. ഇത് ഇവിടുത്തേക്ക് ഒരു മൂപ്പനാണ് അല്ലേ? നമസ്കാരം. നമസ്കാരമുണ്ട്. ആണോ? അയ്യോ, വന്നാട്ടെ, മുമ്പോട്ട് വന്നത്. എന്താ പേര്? രവി അല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോ. എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമൊന്നുമില്ല. ഈ കൊലുമ്പനുമായിട്ട് എന്താ ബന്ധമുണ്ടോ? കൊലുമ്പന് ശരിക്കും എനിക്കറിയാം. ഞാൻ ചെറുപ്പത്തിൽ മുതൽ കണ്ടിട്ടുണ്ടോ? പിന്നെ നാട്ടിൽ വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന അത് ഈ ഒരു 80 നാൻ കാണുമ്പോ വടിയെ കുത്തിപ്പിടിച്ചേ നിൽക്കുള്ളൂ. ആ കിടക്കുന്ന ബന്ധം ആ മലമെല്ലാം പുറത്ത് എടുത്ത് നിൽക്കുന്നത്. ഓ, അത് ആ കോമഡിയാണ്. കോമഡിയാതെ ഇത് കൊണ്ട് എന്നിട്ട് മല വന്ന് കേർത്ത് കളയണം. പ്രധാനപ്പെട്ട ആഹാരം കറുപ്പിന്റെ തൊണ്ടാണ്. പട്ടി ഒരാഴ്ച കിടക്കും, പട്ടിനൊക്കെ ഒരാഴ്ച കിടക്കും. കറുപ്പിന്റെ വെള്ളം ഹിന്ദിക്കാരന് മല ബന്ധു പത്ത് കളഞ്ഞ പാർട്ടിയാണ്. ഉഷാറായി പോകുന്നില്ലേ? മീൻ പിടിച്ച് ജീവിക്കുന്നു. മീൻ പിടിച്ച് ജീവിക്കും. ജീവിക്കും. ഡാമിൽ മീൻ കിട്ടും ഇപ്പൊ കൂടുതലും? ഇപ്പൊ ചേര, കട്ട്ല, റോവ് കിട്ടുമോ? അത്യാവശ്യം കിട്ടുമോ? ഇപ്പൊ കുറവാ. ഇപ്പൊ കുറവാ ഡാമില്. ഇതിന്റെ പിറകുവശത്താണ് ഇതിന്റെ അവിടെ ഒരു ചെറിയൊരു കാര്യം പൊതുപ്രവർത്തന രീതിയിൽ അപ്പൊ നമ്മുടെ ഡാമിന് സ്ഥാനം കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പനാണ്. എല്ലാം തലതൊട്ടപ്പനാണിത്. ഈ നമ്മുടെ ഡാമിന് 50 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഡാമെല്ലാം ദീപാലങ്കാരമായിട്ട് അലങ്കരിച്ചു. വലിയ സംഭവം 10-50 ലക്ഷം രൂപ മുടക്കി. ഇവിടെ ഒരു വിളക്ക് പോലും സ്ഥാപിച്ചില്ല, ഒരു ബൾബ് പോലും ഇട്ടില്ല. പോലും തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ്. പ്രേക്ഷകർ അറിയാവുന്ന പോലെ അത് ഇതൊക്കെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വരുന്നു. പക്ഷേ കാര്യമുണ്ട്. ഇവിടെ ഒരു കാണിക്ക വഞ്ചി ഈ വരുന്ന ആൾക്കാർക്ക് നേരത്തെ ഇടാനും ഒരു കാണിക്ക വഞ്ചി പോലും ഇവിടെ പണിതിട്ടില്ല. ഒരു ലൈറ്റ് വേണം, വെള്ളം വേണം അല്ലേ? മിനിമം കൊടുക്കണം. അത് അത്യാവശ്യമുള്ള ഒരു കാര്യം. അത് നമുക്ക് പറയാം. ഇവരുടെ കുട്ടികളൊക്കെ ഉണ്ട്. പരീക്ഷയൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും? പരീക്ഷ കഴിഞ്ഞു ആണോ? നിങ്ങൾ പാട്ട് പാടുവോ? ഇല്ല. അത് ശരി, പാട്ട് പാടൂല അത്ര. നമസ്കാരം മോളെ. മോള് പാട്ട് പാടുവോ? എന്താ മോളുടെ പേര്? അഭിരാമി. അഭിരാമി ഈ ഊരിലാണോ ഉള്ളത്? ഉന്നതിയിലാണോ ഉള്ളത്? ആണോ? കവിത ചൊല്ലും അല്ലേ? ഏത് കവിത? മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സില്. കൊലുമ്പനെ കുറിച്ച് അറിയോ? കേട്ടിട്ടില്ല? ഏറ്റു വരുന്നേ ഉള്ളൂ അല്ലേ? പറഞ്ഞോളൂ. ഞാൻ കലോത്സവത്തിന് പോയിട്ട് എനിക്ക് 2nd പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു പാട്ട്. ഓ, പഠിക്കൂ. നമസ്കാരം, എൻ്റെ പേര് അഭിരാമി. എൻഡോസൾഫാൻ ദുരന്തത്തിൽ എല്ലുനുറുങ്ങുന്ന വേദന അനുഭവിക്കുന്ന തൻ്റെ അനുജത്തി ശില്പയെക്കുറിച്ച് ചേച്ചി ശാലിനി എഴുതുന്ന കവിതകളിലൊന്നായ സനാതം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുവാൻ പോകുന്നത്. കാരുണ്യമില്ലാത്ത സ്വാർത്ഥലോകത്തിൽ ആരുണ്ടൊരാശ്രയം തേങ്ങിടുമ്പോൾ, കാരുണ്യമില്ലാത്ത സ്വാർത്ഥലോകത്തിൽ ആരുണ്ടൊരാശ്രയം തേങ്ങിടുമ്പോൾ. അതാണ് അല്ലേ? അപ്പോ സ്വാർത്ഥ ലോകത്തിൽ ആരാണ് ആശ്രയം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ മക്കളെ, എന്താ പരിപാടി? വെക്കേഷന് ഇതാ ഒരാൾ നിൽക്കുന്നു മാലയൊക്കെ ഇട്ട്. ഇതാരും മഹാരാജാവോ? വരൂ. എന്താ പേര് മോന്റെ? സൂര്യ അല്ലേ? അടുത്ത് എങ്ങനോ ചിക്കൻ ബോക്സ് വന്നെന്ന് തോന്നുന്നു അല്ലേ? ഇത് അങ്ങനെ മനസ്സിലായിന്നല്ലേ? ചിക്കൻ ബോക്സിന് ചെറിയ കുഞ്ഞു പാടുണ്ട്. എന്നാ വന്ന് കുറച്ച് ദിവസമായോ? ആണോ? ആണല്ലേ? മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഈ ഇത് മാലയൊക്കെ ആരുടെയാ? കൈകൊട്ടിക്കളി നടത്താൻ വേണ്ടി തയ്യാറായിട്ട് നമ്മൾ സമയം പക്ഷെ വളരെ പെട്ടെന്ന് അങ്ങ് തീർന്നുപോയി. വാർത്തകൾ വന്നു, വാർത്തകൾ തിരക്കായിരുന്നു. ഇനി നമുക്ക് അടുത്ത തവണ വരുമ്പോൾ ഗംഭീരമാക്കണം. കൊലുമ്പൻ സമാജം എന്ന് പറഞ്ഞാൽ അച്ഛനും മോനും രണ്ടുപേരാ ഇവിടെ അടക്കിയില്ല. അച്ഛനും മോനും നമുക്ക് നമ്മുടെ DCC പ്രസിഡന്റ് CP മാത്യും കൂടി. നമസ്കാരം മാതീഷയ. ഉഷാറായി. ഞങ്ങള് ഇങ്ങനെ യാത്ര തുടർന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതിയതാ. അവസാനിപ്പിക്കാൻ പറ്റത്തില്ല, തുടരണം. പരിപാടി തുടരണം. ഞങ്ങളെ പറയായിരുന്നേ, ഗ്രാൻഡ് പരിപാടിയാണ്. ഇവിടെ ശരിക്കും ഒരു ലൈറ്റ് വേണം അല്ലേ? കുറച്ച് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. കൊലുമ്പനെ യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്ര ആദരിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? ശരി, കറക്റ്റ് അല്ലേ? അത് ശരിയാണ്. ഇടുക്കി പദ്ധതിക്ക് കാരണഭൂതനായത് മറ്റേ നമ്മുടെ മലങ്കര സൂപ്രണ്ടായിരുന്ന ജോൺ. ആ ജോൺ ആണ് ഇങ്ങനെ വിളിച്ചിട്ട് ഈ വഴി കാട്ടിയായി മാറിയത്. പക്ഷെ അന്ന് ഈ ഡാം ഉണ്ടാക്കാൻ നിമിത്തമായ
നമ്മുടെ കൊലുമ്പൻ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ആദരിക്കുന്ന കാര്യത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ പരാജയമാണ്. കറക്റ്റാണ്, സത്യമാണ് കേട്ടോ. അത് DCC പ്രസിഡന്റ് പറഞ്ഞോളൂ 100% ശരിയാണ്. ചെറിയ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്, ഇത് അത്യാവശ്യം ഒരു സ്മാരകം പോലെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ രാത്രിയിലൊന്നും വന്നാൽ വെളിച്ചമില്ല, അതേപോലെ അത്യാവശ്യം വന്നാൽ വിശ്രമിക്കാനുള്ള സംവിധാനമില്ല. മാത്രമല്ല അവരുടെ ഊരിൽ അല്ലെങ്കിൽ അഥവാ ഉന്നതിയിൽ പെട്ട മനുഷ്യർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പട്ടയമാണെങ്കിലും ഇതൊക്കെ പ്രശ്നം തീർത്തു കൊടുക്കേണ്ടതാണ്. ഇനി ചോദിക്കട്ടെ, മൊത്തത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയാവസ്ഥ? രാഷ്ട്രീയാവസ്ഥ ഇവിടെ ഇടുക്കിയിൽ 5 സീറ്റും ഞങ്ങൾ ജയിക്കും. 5 സീറ്റും ജയിക്കും. റോഷി വീഴ്ത്തും. 5-5 ആണോ? അതാണ് ഞങ്ങളുടെ സ്ലോഗൻ. ഞാൻ അല്പസമയം മുമ്പ് CV വർഗീസിനെ കാണുമ്പോൾ പറയുന്നത് ആ തൊടുപുഴയും കൂടെ വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ചു പോരും. ഇല്ല, ഞാൻ കണക്ക് പറയാം. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ APCC വൈസ് പ്രസിഡന്റ് റോയി കെ പൗലോസാണ് 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും കണ്ടിപ്പായി. പക്ഷേ റോഷി അഗസ്റ്റിൻ 25 വർഷമായ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ടൊരു കാര്യമില്ല. റോഡ് വികസനം വന്നു എന്ന് പറയുന്നു, എക്കോ ലോഡ്ജ് വന്നു എന്ന് പറയുന്നു, ലേസർ ഷോ വന്നു എന്ന് പറയുന്നു. അടിസ്ഥാനപരമായി ഈ മേഖല കാർഷിക ഭൂമിയാണ്. കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയമാണ് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ. അത് പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ ഒന്നും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. പട്ടയം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പട്ടയമൊക്കെ കുറച്ച് കൊടുത്തിട്ട് എല്ലാ ഗവൺമെന്റും കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷേ ഇതെന്നാന്ന് ചോദിച്ചിരുന്നാൽ വാഗ്ദാന ലംഘനങ്ങളുടെ പിതാവാണ്. 12,000 വോട്ടിന് അവിടെ റോയി കെ പൗലോസ് ജയിക്കുമെന്ന് ഇവിടെ ജയിക്കും. ഉടുമ്പൻചോലയിലെ സേനാപതി കൊണ്ട് 7,000 വോട്ടിന് ജയിച്ചിരിക്കും. കുറിച്ചു വെച്ചോളൂ. പക്ഷെ ഉടുമ്പൻചോല MM മണി അവിടെ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ MM മണി അല്ല മത്സരിക്കുന്നത്. MM മണി ആയിരുന്നെങ്കിൽ പക്ഷേ അല്ലേ അതാ പറച്ചില്ലാത്തതുകൊണ്ട് അതൊരു ആശ്വാസം കൂടിയാണ്. MM മണി അല്ല, പകരം 3 തവണ മത്സരിച്ച് വിജയിച്ച് ജയിച്ചിട്ടാണ് എന്നുള്ളതിനകത്തൊരു ആത്മവിശ്വാസം DCC പ്രസിഡന്റ്. ഇവിടെ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി 100% പരാജയമാണ്. ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു MM മണി മന്ത്രിയായിരുന്നെങ്കിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഈറ്റപ്പുഴിയെ പോലെ നിൽക്കുമായിരുന്നു. ഇത് വെറുതെ കല്യാണത്തിന് പോവുക, മറ്റ് ചടങ്ങുകൾക്ക് പോവുക എന്നുള്ള ഒരു കേരള ശൈലിയുണ്ട്. ആ ശൈലിയുമായി പോകുന്നതല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ പുള്ളിക്ക് തിരിച്ചടിയാവും. ദേവികുളത്ത് പക്ഷേ ടൈറ്റല്ലേ? ദേവികുളത്ത് 6,000 വോട്ടിന് മുകളിൽ F രാജ MLA ആയിരിക്കും. അപ്പൊ പീരുമേടോ? പീരുമേട് 7,000 വോട്ടിന് മുകളിൽ പോകും. മൊത്തത്തിൽ കണക്കുള്ള DCC പ്രസിഡന്റ് കുറിച്ച് വെച്ചേക്കുവാ. ഞാനിത് എന്നോട് തൊഴിൽ രാജീവ് ഭവനിൽ വെച്ചിട്ട് നമ്മുടെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എണ്ണം എന്ന് പറഞ്ഞു. ഇവിടെ 10,000 ഞാൻ പറയാൻ കാര്യം, അന്ന് 10,000 പറഞ്ഞു. ഈ ഗ്രൗണ്ടിൽ നിന്നും വീട് കയറി കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൂടുന്നു എന്നാണ്. ഞങ്ങള് 4-ാം തീയതി അവിടെ നിന്ന് റിസൾട്ട് പറയുന്ന സമയത്ത് ഞാൻ മാത്യുച്ചാന്റെ പേര് ഓർമ്മിക്കും. ഈ കണക്ക് ഇടുക്കി പറയുന്ന സമയത്ത് 5-5 പദപ്രയോഗം തന്നെ പ്രേക്ഷകർ മനസ്സിൽ വെച്ചു. 5-5. അതുകൂടാതെ തൊടുപുഴയിലെ തലമുറ മാറ്റം എങ്ങനെ വോട്ടാകും എന്നുള്ള തലമുറ മാറ്റം അവിടെ ഒരു ജോസഫ് അല്ല 30,000 വോട്ടിന് മുകളിൽ PJ ജോസഫിന്റെ പുത്രൻ അപ്പു ജോൺ ജോസഫ് MLA ആയിരിക്കും തൊഴിൽ. ഉറപ്പാണ്. ഞാൻ തൊഴിൽക്കാരനാണ്. റോയി കെ പൗലോസിനെ ചുരങ്കേറ്റി ഇവിടെ കേരള കോൺഗ്രസിന്റെ ഇടത്തേക്ക് കൊണ്ടുവന്നത് അങ്ങയുടെയൊക്കെ നേതൃത്വത്തിലാണെന്ന് അറിഞ്ഞു. അപ്പൊ ഇവിടെ അന്ന് വരുമ്പോ ഈ നമ്മുടെ ഈ ചെറുതോണി തിയേറ്ററിലാണ് ആദ്യത്തെ കൺവെൻഷൻ നടക്കുന്നത്. റോഷി ആദ്യം വന്നപ്പോൾ പറഞ്ഞ വാചകം തന്നെ, ഞാൻ ഇവിടെ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ്, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല എന്ന് പറഞ്ഞ ആളുകളുടെ വികാരം ഒപ്പിയെടുത്തതാ. പക്ഷെ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. ഒരുപാട് ജലം കീപ്പോട്ട്. ഇതാണ് ഇടുക്കി മണ്ഡലത്തിൽ അവസാനം DCC പ്രസിഡന്റ് കണക്ക് വെച്ച് പറയുന്നത്. ഇവിടെ അതൊന്ന് മോഡിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു കണക്ക് വെളിച്ചം ഇതൊന്നും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ പൂജയൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു പ്രത്യേക പൂജയാണ് അല്ലേ? ഇതെന്താ ഇത്? DCC പ്രസിഡന്റ് വന്നാട്ടെ. ഇത് ഇവിടെ അപ്പൊ ഞാൻ നമ്മുടെ ഈ പൂജയിൽ നമ്മളും കൂടി പങ്കാളികളാകുന്നു. അത് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരെ ഫ്ലോറിലേക്ക് പോകുന്നു. അവിടെ ബ്രേക്കിംഗ് അവേഴ്സുമായി നമുക്കൊപ്പം സ്മൃതി പരുത്തിക്കാട് ചേരും ചൂട് വാർത്തകളുമായി. ഒപ്പം നമ്മൾ കൊലുമ്പന്റെ സ്മാരകത്തിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിക്കണം, നിങ്ങളുടെ വീട്ടിൽ സ്വിച്ച് ഇട്ടാൽ വിളക്ക് കത്തുന്നത്, സ്വിച്ച് ഇട്ടാൽ AC ഫാനൊക്കെ വരുന്നതിൻ്റെ കാരണക്കാരനായ ഒരു മനുഷ്യനാണ് നമ്മുടെ കൊലുമ്പൻ. പക്ഷേ കൊലുമ്പൻ്റെ കുടുംബത്തിനും ഗോത്രത്തിനും ഒന്നും കാലാകാലങ്ങളായി മാറി വരുന്നവരെ സർക്കാർ എന്ത് പരിഗണിച്ചു എന്നൊരു ചോദ്യം DCC പ്രസിഡന്റ് ചോദിച്ചു. എനിക്കും അതേ ചോദിക്കാനുള്ളൂ. പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു.